നമ്മൾ വീണ്ടും AR മോട്ടോഴ്സിൽ എത്തിയിരിക്കുകയാണ്. സോ ബൈക്കിന്റെ ഡിസ്ക് പാഡ് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. സോ അത് റിപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. സോ വീണ്ടും നമ്മൾ AR മോട്ടോഴ്സിൽ എത്തിയിരിക്കുകയാണ്. സോ അതിന്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും AR മോട്ടോഴ്സിന്റെ ഓണർ. സോ പുള്ളി ഓൾറെഡി ഒരു വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ വണ്ടിയാണ് ഇനി അടുത്തത് കയറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഓൾറെഡി ഇവിടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാറ്റാൻ പോയാണ്. സോ നിങ്ങൾ അപ്പൊ നമുക്ക് വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് അകത്തോട്ട് കയറ്റാം. സോ നിങ്ങൾ എന്തായാലും ഈ വ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. AR മോട്ടോഴ്സ് ലൊക്കേഷൻ വരുന്നത് കുണ്ടന്നൂർ മരട് ജംഗ്ഷനിലാണ്. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ബേക്കറി കാണാൻ സാധിക്കും. ഒരു ഉഷ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അതിന്റെ ഫ്രണ്ടിലാണ് AR മോട്ടോഴ്സ് വരുന്നത്. സോ നമ്മുടെ ബൈക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. സോ നമ്മുടെ ബൈക്ക് അകത്തോട്ട് കയറ്റി കഴിഞ്ഞു. അതിന്റെ ഡിസ്ക് പാഡ് കംപ്ലൈന്റ് ആണ്. മഞ്ഞ കളർ കരിഷ്മ ഇരിപ്പുണ്ട്. സോ വണ്ടിയുടെ ഡിസ്ക് പാഡ് കാണിച്ചു തരാം. കാരണം പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് 2013 മോഡൽ കരിഷ്മ ZMR ആണ്. സോ അതിന്റെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക് ഭയങ്കര ശോകമാണ്. കറക്റ്റ് ഇത് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ എന്റെ പാഡ് കംപ്ലൈന്റ് ആണ്. അപ്പൊ പാഡ് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ മഴയൊക്കെ മാറിയതുകൊണ്ട് ഇപ്പോ ചൂടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് മണ്ണൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പാടാണ് ബ്രേക്ക് കിട്ടാനായിട്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് പാഡിന്റെ അവസ്ഥയെന്ന്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കിന്റെ ഫ്രണ്ട് പോർഷൻ റിമൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ MC-യുടെ മുകളിലെ ക്യാപ്പ് അഴിക്കണം. ആ ക്യാപ്പ് അഴിച്ച ശേഷം വേണം. അപ്പോൾ അല്ലെങ്കിൽ എയർ പ്രശ്നം ഉണ്ടാവും. കയ്യെ പൊക്കി വെച്ചതിന് ശേഷം ബാക്കി പരിപാടിയാണ്. അതിനുശേഷം താഴത്തോടുള്ള പരിപാടിയാണ്. ഈ താഴത്ത് അഴിക്കണം. ഈ 12 ബോൾട്ടാണ്. അതിങ്ങനെ യൂസ് ചെയ്യണം. ഒരെണ്ണം മാത്രം തൽക്കാലം ലൂസ് ചെയ്യാം. പിന്നെ അതൊരു 2 ഞെട്ടുണ്ട്. അത് ലൂസാക്കണം. നല്ല ബലത്തിൽ നല്ല ടൈറ്റായിരിക്കും. ചെറുതായി മുട്ടി കഴിച്ചു കൊടുക്കും. കുറേ നാളായിരുന്നു ടൈറ്റാണ്. കഴിയണില്ല. ഭയങ്കര ടൈറ്റാണ്. ഒരെണ്ണം കഴിഞ്ഞ് അതുപോലെ ചെറിയൊരു ബോൾട്ട് ഒരു നെറ്റ് വെച്ചാണ് അത് ലോക്ക് ചെയ്ത് വെച്ചത്. അതിൻ്റെ അകത്തൊരു എല്ലങ്കി ഉണ്ട്. ചെറിയൊരു ഇതിനകത്തോടെ അല്ലെങ്കിൽ അഴിക്കണം. ലൂസാക്കിയ ശേഷം അടുത്ത ബോൾട്ടും കൂടെ അഴിച്ച്
വലിയ നീളം കൂടിയ അല്ലെങ്കിൽ ഹോണ്ടയുടെ പാഡ് കാരണം നല്ല പ്രൊട്ടക്റ്റാണ് ഉണ്ടായത്. ഇതാണ് പാഡിൻ്റെ ഉള്ളിലുള്ളതൊക്കെ തീർന്നു തുടങ്ങി. ഈ മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ ബ്രേക്ക് കിട്ടില്ല. പുതിയ കാണിച്ചു തരാം. പുതിയ പാഡ് തമ്മിൽ വ്യത്യാസം കാണിച്ചു തരാം. ഇത്രയും ഇതിൻ്റെ കനം കണ്ടോ? ഇത്രയും കനം ഉണ്ടാവും പാഡിൻ്റെ. അത് ഫുൾ തീർന്നു. ക്ലാമ്പൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. തുരുമ്പ് പിടിച്ച് ഇതായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കും. ഈ പിസ്റ്റൻ്റെ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്യണം. അത് മുഴുവൻ അഴുക്കായിരിക്കും. അതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് പിസ്റ്റനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഐറ്റം തന്നെ കംപ്ലൈൻ്റ് ആയിരിക്കും. മിക്കവരും ഒന്നും ചെയ്യാറില്ല, വെറുതെ അമർത്തി വെക്കും. വാട്ടർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിസ്റ്റനൊക്കെ ഒന്ന് പുതിയ പോലെ ആക്കിയെടുക്കും. അല്ല, നല്ല തിളങ്ങി വന്നുണ്ട്. ഓയിലല്ല, കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യണം. വഴക്ക് പെട്ടെന്ന് പോകും, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. ഇങ്ങനെ ഒരു പ്ലെയർ ഉപയോഗിച്ച് ചെറുതായിട്ട് താത്തി കൊടുക്കും. പിസ്റ്റൻ താഴത്തോട്ട് തന്നു പോകണം. ആ മുകളിൽ ആ ക്യാപ്പ് ഊരിയത് അതുകൊണ്ടാണ്. ഈ ഇതിനകത്തുള്ള ഫ്ലൂയിഡുകളൊക്കെ മുകളിലോട്ട് ചെല്ലും. അപ്പോൾ ഇതിലെ കൂടി മൊത്തം ലീക്കാവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് മുകളിലത് ഊരിയത്. പ്രഷർ വരും. ഇതിൽ കുറച്ച് ഗ്രീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഈ വലിയ ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈറ്റ് ആക്കണം. ഫുൾ ടൈറ്റ് ആക്കരുത്, ചെറുതായിട്ട് ടൈറ്റ് ആക്കി വെക്കാൻ പാടുള്ളൂ. ഭയങ്കര ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അഴിഞ്ഞു പോരില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറി പോണ ബോൾട്ടാണത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബോൾട്ട്, ഒരു ഞെട്ടും കൂടി ഉണ്ട്. അതിട്ട് മുറുക്കി കഴിയുമ്പോൾ അത് ലോക്ക് ആയിക്കോളും.
നട്ടൊക്കെ ഈ ബോൾട്ടൊക്കെ ഇടുമ്പോൾ ത്രെഡ് കറക്റ്റ് ആണെന്ന് ആയി നോക്കണം. വെറുതെ ഒന്ന് മുറുക്കി നോക്കിയിട്ട് വേണം മുറുക്കാൻ, അല്ലെങ്കിൽ ത്രെഡ് വെട്ടി കയറിപ്പോവും. പിസ്റ്റൺ റെഡി ആക്കിയത് ലോഡായി. ആവശ്യത്തിന് ഫ്ലൂഡൊക്കെ ഉണ്ട്. ഫ്ലൂഡ് ഓക്കെയാണ്. നമ്മൾ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ഫ്ലൂഡ് ഉണ്ട് ആവശ്യത്തിന്. ഫ്ലൂഡ് ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫ്ലൂഡ് ലെവൽ നോക്കിയിട്ട് ഒഴിച്ചു നോക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇന്ന് ഓടിച്ചു നോക്കട്ടെ. ഇപ്പോൾ നല്ല ബ്രേക്കായി കണ്ടോ, ഫുൾ സെറ്റ് ഗ്രീനായിട്ട് ബ്രേക്ക് കിട്ടുന്നു. ഇപ്പോൾ നല്ല അടിപൊളി ബ്രേക്കായി. എല്ലാ വർക്ക് ഇതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. പോലെ പ്രധാനമാണ് ഷോക്കും. ഷോക്ക് അബ്സർവ് നല്ല ബ്രേക്ക് ഷോക്കായ കാരണം നല്ല ബ്രേക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ചില വണ്ടിയിലൊക്കെ ഷോക്ക് അബ്സർവ് കംപ്ലൈൻ്റ് ആയിരിക്കും, അപ്പോൾ വർക്ക് ചെയ്യില്ല. ബ്രേക്ക് പിടിക്കുമ്പോൾ ഓൾറെഡി ഷോക്ക് വർക്ക് ചെയ്യില്ല. ഷോക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് വന്നാൽ ബ്രേക്ക് കറക്റ്റായിട്ട് വർക്കിങ് നടക്കില്ല. ഓക്കെ, താങ്ക് യു. ആ അതെ, ആ വണ്ടിയുടെ ബ്രേക്ക് എല്ലാം പക്കയായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡോ അങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എയർ മോട്ടോഴ്സ് മരട്, ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ വന്നിട്ടൊക്കെയാണ് റിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. സോ എത്ര ലോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാവുന്നതാണ്. സോ വണ്ടിയുടെ പെയിന്റിങ്ങും റിഫർബിഷ് എല്ലാ പാർട്സ് റീപ്ലേസിങ് ഇവിടെ വരികയാണെങ്കിൽ റീസ്റ്റോറിങ് വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എൻ്റെ വണ്ടിയുടെ ഫുള്ള് റീസ്റ്റോറിങ് ഇവിടെയാണ് ചെയ്തത്. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടൈം നല്ലൊരു വ്ളോഗുമായി തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്.